നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശ്രേയയും മീനുവും എന്നെ കണ്ടു എന്നുള്ളത് ഷുവറാ. അന്നേരം അവരുടെ മുന്നിലെത്തി സംസാരിച്ചാൽ മതിയായിരുന്നു. എന്നെ അവിടെ കണ്ടതിന്റെ പരിഭ്രമത്തിൽ അവര് കടന്നു കളഞ്ഞാലോ എന്ന് പേടിച്ചാ സംസാരിക്കാതെ പോയത്. മണ്ടത്തരമായിപ്പോയി. എവിടേക്കായിരിക്കും അവര് പോയിട്ടുണ്ടാവുക? എങ്ങനെ കണ്ടുപിടിക്കും? അന്നേരം പിടിച്ചു നിർത്തിയാൽ മതിയായിരുന്നു. ഇവക്കിതെന്തിന്റെ കേടാ? ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാണല്ലോ, പിന്നെ വിളിക്കുന്ന എന്തിനാ? എന്തായാലും ശ്രേയയെ കണ്ടുപിടിച്ചിട്ട് മതി, പിന്നെ വിളിക്കാം. വെറുതെ ടെൻഷൻ അടിക്കാതെ. ഏതായാലും ദർശനം നമ്മളെ കണ്ടില്ലല്ലോ. വേറെന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണെങ്കിലോ? നമുക്കൊരു ചായ കുടിക്കാം. ചൂട് ചായ കുടിച്ചാ തൽക്കാലം ഒന്ന് റിലാക്സ് ആവും. ചേച്ചി, 2 ചായ എടുക്കാം. ഇവൾക്കൊരു സ്ട്രോങ്, എനിക്കൊരു ലൈറ്റ്. ഇത്തിരി മധുരം കൂട്ടിട്ടോ. ഒരു ചായ. എടാ സുനി, ആ പിള്ളേരുടെ ബോഡി കിട്ടിയോ? ഓ, ഒന്നും പറയണ്ട. എന്റെ അമ്മോ, കണ്ടു നിൽക്കാൻ വയ്യ. ആ പോലീസുകാരെ ചാക്കിൽ പെറുക്കി കൂട്ടുമായിരുന്നു. 2 പിള്ളേരുടെ ശരീരം എല്ലാം കൂടി ഒരു ചാക്കിൽ കൊള്ളാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് ചിന്നി ചെതറിപ്പോയില്ലേ? ഈ പിള്ളേർക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവരിവിടെ വന്നിട്ടാ ആ കൊളുന്തുമലയിലോട്ട് പോയത്. അവരിവിടെ വന്നപ്പോ എന്നോട് ചോദിച്ചു, ഈ കൊളുന്തുമല ഒരുപാട് ദൂരെയാണോന്ന്. അതും 10-14 വയസ്സ് വരും. യൂണിഫോം ഇട്ട പിള്ളേരാണെന്നേ. സ്കൂളിൽ പോണ വഴിക്കാ. ആ പെണ്ണിന് എന്തേലും പ്രശ്നമുണ്ടോന്നാ എന്റെ സംശയം. എന്താ ചെയ്യാ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങള്. പണ്ടേ നാട്ടുകാരൊക്കെ കൂടെ അവിടെ പരാതി പറഞ്ഞതാ, ഡേഞ്ചർ എന്ന് എഴുതിയൊരു ബോർഡ് അവിടെ വയ്ക്കാൻ. ഓ, ഇനിയെങ്കിലും അതവിടെ വച്ചാൽ മതിയായിരുന്നു. കുടിക്കേ കുടിക്കേ. ഞാനില്ലേ നിന്റെ കൂടെ? കൊളുന്തുമല, മാങ്ങാ തൊലി. അവിടെ നിന്നൊക്കെ നിനക്ക് ചാടണമെന്ന് തോന്നും. ഒടുവിൽ ഞാൻ സാക്ഷി പറയേണ്ടി വരും. നിന്റെ തന്തയും തള്ളയും കൂടി എന്നെ കൊന്നങ്ങ് കുഴിച്ചു മൂടും. ഞാനില്ലേ? കൊളുന്തുമല, നല്ല പേര്. എടി, അവിടെ താഴെ മുഴുവൻ കൊളുന്തായിരിക്കും. നല്ല മണമായിരിക്കും അല്ലേ?